മോർണിംഗ്. ഇന്ന് എൻ്റെ വെള്ളിയാഴ്ച ദിവസത്തെ 4 AM മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ കാണുന്നത്. അതായത് ഞാനിപ്പോൾ തൊട്ട് 4 മണിക്ക് എഴുന്നേൽക്കാറുണ്ട് രാവിലെ. എന്തിനാണെന്ന് വെച്ചാൽ രാവിലെ ഇപ്പോൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് വിളക്ക് കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രാവിലെ എണീക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നതിന് 48 മിനിറ്റ് മുന്നേ ഉള്ള ടൈമാണ് കേട്ടോ ബ്രഹ്മ മുഹൂർത്തം. ഈ ഒരു സമയത്ത് ഭയങ്കര സ്പിരിച്വലായിട്ട് ഭയങ്കര പോസിറ്റീവ് വൈബൊക്കെ കിട്ടുന്ന ഒരു ടൈമാണെന്നാണ് പറയുന്നത്. എല്ലാ ദൈവങ്ങളും ഉണർന്നിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ ഇത്. ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ എന്ത് പ്രാർത്ഥിച്ചാലും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഭയങ്കര നല്ലതാണ്. ദിവസം തുടങ്ങുമ്പോൾ ഐശ്വര്യപൂർവ്വമായിട്ട് തുടങ്ങാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടാറുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ഡയറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഫുഡും ഉറക്കവും റൊട്ടീനൊക്കെ എനിക്ക് കറക്റ്റ് ആവാനായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുന്നേയൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ലേറ്റായിട്ട് കിടന്നിട്ട് രാവിലെ ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റാലും ഒരു ഉറക്കം തൂങ്ങിയ ദിവസം പോലെയാണ് അന്ന് പോകുന്നത്. പക്ഷേ ഇത് എനിക്ക് നല്ലൊരു ദിവസമായിട്ട് പോകുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ഞാനിത് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു റൊട്ടീൻ ഇപ്പോൾ ഈ കണ്ടിന്യൂ ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു കേട്ടോ. പിന്നെ എൻ്റെ പൂജാമുറിയിൽ എല്ലാ മതവും ഉണ്ട് കേട്ടോ. അതായത് ഞങ്ങളുടെ ഈശ്വരന്മാരുണ്ട്, അതേപോലെ ഈശോ ഉണ്ട്, പിന്നെ നമ്മുടെ അള്ളാഹു ഉണ്ട് കേട്ടോ. എല്ലാവരെയും ഞാൻ ആരാധിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന ആളെന്നൊന്നും എനിക്കില്ല. എല്ലാം ഒരേ ദൈവങ്ങൾ തന്നെയാണല്ലോ. അപ്പം ഞാൻ എല്ലാവരെയും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം നമ്മൾ മനസ്സറിഞ്ഞ് ഇവരെയൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്കൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ആണല്ലോ നമ്മളിങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും നമ്മുടെ വിഷമങ്ങൾ പറയാനുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പം ലൈഫിലോരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളിത് കൂടുതലൊന്ന് മുറുകെ പിടിക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് നല്ലത് മാത്രമേ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഈ കോയമ്പത്തൂരായിരുന്ന ടൈമിലൊക്കെ ഈ 4 AM മോർണിംഗ് റൊട്ടീൻ ഭയങ്കര വണ്ടേഴ്സാണ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നതെന്നൊക്കെ പറയാനുണ്ട്. പക്ഷേ ഈ 4-5 ദിവസമായിട്ട് ശരിക്കും എൻ്റെ ലൈഫിൽ അത് പോസിറ്റീവായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ആദ്യം തന്നെ നമ്മുടെ അടുപ്പിൽ പാലാണ് കേട്ടോ കാച്ചുന്നത്. അങ്ങനെ ചെയ്യണം എന്നാണ് ഒരിത്. പിന്നെ അതൊക്കെ പാലൊക്കെ കാച്ചി മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് രാവിലത്തേക്കുന്ന മാഗിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്തിട്ട് കാസ്ട്രോളിലാക്കി അടച്ച് വെക്കാറാണ് പതിവ്. രാവിലെ ഒരു 9-10 മണിക്കുള്ളിൽ ഞാൻ എല്ലാ ജോലിയും കഴിപ്പിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം മാഗിക്കുള്ള ആ ഒരു ഉള്ളിയും കാര്യങ്ങളൊക്കെ വഴറ്റി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാഗി ചെയ്യാനായിട്ട് ആർക്കും പറഞ്ഞേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ സവാള വഴറ്റി 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് അതൊന്ന് വാടി വരുമ്പം 2 മുട്ട പൊട്ടിച്ചത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് ഇളക്കി ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തെടുത്തതിലേക്ക് നമ്മുടെ മാഗിയുടെ മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇച്ചിരി വെള്ളത്തിൽ മാഗി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് പുളിപ്പ് വേണം എന്നുള്ളവർക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനൊരു ഇത്തിരി സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് മാഗി ചെയ്യുന്നത്. പിന്നെ ഇന്നലെ വാങ്ങിയ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാനൊരു മീൻ കറിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് വഴുതനങ്ങ ഫ്രൈ ആണ്, അത് എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. അതപ്പോൾ ഉച്ചയാകുമ്പോൾ ചെയ്യാമെന്ന് കരുതി കേട്ടോ. പിന്നെ ചോറും ഞാനൊരു ഉച്ച ടൈമിലാണ് വെക്കുന്നത്, കാരണം 4-3 മണിയാകുമ്പോഴാണ് ചോറ് കഴിക്കുന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് അതായാൽ മതിയല്ലോ, ചൂടോടെ കഴിക്കുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ സിമ്പിളായിരുന്നു കേട്ടോ. ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇന്ന് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ കറണ്ട് പോവും എന്ന് വിചാരിച്ചിട്ട് എല്ലാം ചടപടിയെന്ന് പെട്ടെന്നാണ് ചെയ്ത് വെച്ചത്. പക്ഷേ കറണ്ടൊന്നും പോയില്ലായിരുന്നു. പിന്നെ എല്ലാവരുടെയും ഡയറ്റ് എൻ്റെ കൂടെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എൻ്റെയും ഡയറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇന്ന് എൻ്റെ മുഖവും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം രാവിലത്തെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരിക്കും വിട്ടുപോയി, ഞാൻ എന്നെ കാണിക്കാൻ ശരിക്കും വിട്ടുപോയി എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അങ്ങ് പൊയ്ക്കൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ വിട്ടുപോയി. അപ്പോൾ അത് അയലയായിരുന്നു, ഫ്രിഡ്ജിലിരുന്നായിരുന്നു കേട്ടോ. അങ്ങനെ തണുപ്പൊക്കെ മാറി അത് കഴിഞ്ഞിട്ട് അത് ഞാൻ വെട്ടി കറി വെച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കും. ആ ഒരു ടൈമിൽ ഞാൻ ഫേസ് പാക്ക് ഇടും കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 10 മണിക്ക് എൻ്റെ ജോലിയൊക്കെ തീർന്നു കഴിഞ്ഞിട്ടാണ് എൻ്റെ സ്കിൻ കെയർ ഞാൻ ചെയ്യുന്നത്. അതാകുമ്പോൾ എവിടെയെങ്കിലും പോയി ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ, വിയർക്കില്ല.
അങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടാകുമ്പോൾ അത് കഴുകിക്കളഞ്ഞ് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു റൊട്ടീൻ പോകുന്നത്. പിന്നെ മീൻകറി വെക്കുന്നത് എൻ്റെ പല വീഡിയോയിലും കാണിച്ചത് കൊണ്ട് ഞാൻ മീൻകറി വെക്കുന്നത് എങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല. ഇന്ന് കിട്ടിയിരിക്കുന്ന മീൻ അയലയാണ്. അപ്പോൾ അയല മുളക് കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പം ഞാൻ കരുതി ഉച്ചയ്ക്ക് ദോശയുടെ മാവ് ഇരിപ്പുണ്ട്, അപ്പം മുളക് കറിയും ദോശയും ഉച്ചയ്ക്കാക്കാം. രാവിലെ കുറച്ച് മാഗി തന്നെയാണ് കേട്ടോ കഴിച്ചത്, കാരണം വേറെ ഒന്നും ചെയ്യാനായിട്ട് ഇന്ന് നിന്നില്ല. ചെറുതായിട്ട് വയറ്റിനൊരു സുഖമില്ല കേട്ടോ, എന്താണെന്നറിയില്ല. ചെറിയൊരു 2 ദിവസമായിട്ടൊരു ലൂസ് മോഷൻ പോലെ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ പുറത്തുനിന്ന് കഴിച്ചതുമില്ല. ചിലപ്പോൾ കട്ടി ആഹാരം അങ്ങനെ കഴിക്കാത്തതിൻ്റെ ആയിരിക്കാം. എന്തായാലും അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റാണ്. എന്നിട്ട് ഇപ്പോൾ രാവിലെ എണീക്കുന്നുണ്ട്, എനിക്ക് രാവിലെ വിശക്കും കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് മാഗി എടുത്ത് രാവിലെ തന്നെ കഴിച്ചിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ചാച്ചാ.